ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഞാനിത് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഒരു ദിവസം വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടും ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തില്ല, ബിക്കോസ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ സമയം നടക്കുന്ന എക്സാം പൊളിറ്റിക്സാണ്. അപ്പോൾ എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി ഒന്നാമത് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ പൊളിറ്റിക്സ്. അതിനെപ്പറ്റി എനിക്ക് വലിയൊരു ധാരണയില്ല. ആൻഡ് ആ എക്സാമിന് മാത്രമാണ് ഒരു ദിവസം പഠിക്കാൻ സമയമുള്ളത്. ബാക്കിയുള്ള എക്സാമിന് 8 ദിവസം 6 ദിവസം 4 ദിവസമൊക്കെ സമയമുണ്ട് ഇടയിൽ. പക്ഷേ ഇതിന് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം അതിനിടയിൽ എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. എനിവേ, അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ 10-11 മണിയായപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു പാഴ്സൽ വന്നു. അത് വന്നിട്ട് ഈ ലവ് എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറേ നാളായിട്ട് ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട സമയത്ത് ഒരു കുറച്ചും കൂടി റെഡ്, ഒരു മെറൂണാണോ, എനിക്ക് അതിൻ്റെ ഷെയ്ഡ് എങ്ങനെ പറയണമെന്ന് അറിയില്ല. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. കുറച്ചുകൂടി അങ്ങനെ കാണിച്ചത്. പക്ഷേ എൻ്റെ ചുണ്ടിൽ വന്നപ്പോൾ ഇത് കുറച്ചും കൂടി ഭയങ്കര ഒരു നാച്ചുറൽ ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പക്ഷെ വാഷ് ഔട്ട് ഇല്ല, എല്ലാ സ്കിന്നിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഷെയ്ഡല്ല എന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ലിപ്സ്റ്റിക് ഉണ്ടോ? ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ മിക്സ് ചെയ്ത് നല്ലതാക്കണം. ഓക്കെ, ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ കുളമാവും. അപ്പം ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്. ഇതിന് ഓൾമോസ്റ്റ് 800 സംതിങ് എന്തോ ഉണ്ട് എന്നാണ് ഓർമ്മ. പക്ഷെ നിങ്ങൾക്ക് ഓഫറിനൊക്കെ നല്ല കുറവിന് കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് ആ ലിപ്സ്റ്റിക്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ലിപ്പ് ലൈനർ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞതാണോ അതിൻ്റെ മുന്നത്തെയാണോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് ചെറുതായിട്ട് ലിപ്പ് ലൈനർ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്ത വെച്ചാൽ ഫേസ് അത് ഒരുമാതിരി ഇരിക്കണം. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. എടുക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ എന്തോ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ, ഇതാണ് ഷെയ്ഡ്. പക്ഷേ എക്സാക്റ്റ് ഈ ഒരു ഷെയ്ഡല്ല, കുറച്ചും കൂടി ഒരു മാറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി രസമുള്ള ഷെയ്ഡാണ്. എൻ്റെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും എത്ര ഫോണെന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്ന ഒരു ഭംഗി നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഭയങ്കര DSLR ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യണേ. ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തു, മാർഗരേറ്റ പിസ്സ. അതിലാണെങ്കിൽ നിറച്ച് തക്കാളി. എനിക്ക് ഈ തക്കാളി എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തക്കാളി എല്ലാം എടുത്ത് മാറ്റിയിട്ട് പിസ്സ കഴിച്ചു. ഫുള്ളൊന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. എനിവേ, അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. ആ ഒരു സമയത്ത് ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു കൊറിയർ വന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അത് തുറക്കാണ്ട് പോകാനൊരു ഇതില്ല, ബിക്കോസ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനമായിരുന്നു ഈ ഒരു ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ഉണ്ട്, തേഴ്സ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഇത് വന്നിട്ട് റിവെഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ഒരു റെഡ് ഷെയ്ഡാണ്. എനിക്ക് ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഇപ്പം ബ്രൗൺ ലിപ്പ് ലൈനറിൻ്റെ കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേകത ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും നല്ല ഗുഡ് ക്വാളിറ്റി അടിപൊളി ഒരു ലിപ്സ്റ്റിക് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ഇസ് എ മസ്റ്റ്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഷെയ്ഡ്. ഞാൻ എന്ത് ലിപ്സ്റ്റിക്ക് പുതിയതൊക്കെ വാങ്ങിച്ചാലും മിക്കതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോമെൻറ്റിൽ ഞാൻ എന്താണ് ഈ പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, പോയി നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞത് അമ്മമ്മയുടെ റോസാപ്പൂ കൃഷിയിൽ അല്ലെങ്കിൽ തോട്ടത്തിൽ ഉള്ളൊരു പൂവാണ് ഞാൻ ഷൂട്ട് ചെയ്ത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സെയിം റെഡും ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യണ ഈവനിങ് ആണ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈവനിങ് ആണോ പിറ്റേ ദിവസമാണോ, ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ, അതായത് നമുക്ക് എക്സാം ഉച്ചയ്ക്കാണ്. ലാസ്റ്റ് എക്സാം മാത്രമാണ് രാവിലെ, ബാക്കിയെല്ലാം ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇതെൻ്റെ 4th എക്സാമാണ്. ഇനി 2 എക്സാമും കൂടി ഉണ്ട്. അപ്പം രാവിലെ തന്നെ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. അതിൽ ഈ മാഴ്സിൻ്റെ ഒരു മേക്കപ്പ് ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കഴിഞ്ഞ് അത് ഞാൻ യൂസ് പോലും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതേപോലെ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എക്സാമെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. സ്കിൻ കെയർ ആസ് യൂഷ്വൽ. അപ്പം ഞാൻ ക്ലാസ്സോ എന്തോ സൈഡിൽ വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം, ഇതൊക്കെ തന്നെ ഇടുള്ളൂ. പിന്നെ കണ്ണെഴുതും, പിന്നെ ചുണ്ടിൽ എന്തെങ്കിലും ലിപ് ടിൻറ്റഡ് ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് എടുത്ത് ഇങ്ങനെ ഡാബ് ചെയ്തിടും. അങ്ങനെ എന്തെങ്കിലും ചെയ്യും, ഒരു പ്രസൻറ്റബിൾ ആയിട്ടിരിക്കും. എല്ലാ ദിവസവും ചെയ്യാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ യൂസ് ചെയ്ത് ടിൻറ്റഡ് ലിപ് ബാം ആയിരിക്കും കേട്ടോ, ചെറുതായിട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ മുടി കെട്ടി, പക്ഷേ ഞാനത് മാറ്റി കെട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് വൈകിട്ടായപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ പോകാണ്ടായിരുന്നു, പോയി. സോ അപ്പോൾ അത്രയുള്ള വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ്